ടാക്കയിൽ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശി മേഘയാണ് മരിച്ചത്. ചാക്ക റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തെ നമ്മൾ ഇങ്ങനെ ഷോക്കായി പോകും. എന്തുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റഡായി നടക്കുന്നത്? ഓരോ ന്യൂസ് വരുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും ഇത്രയും മെച്യൂറായി ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഇത്രയും നല്ല പദവിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഹൗ അതേഴ്സ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് വെരി ഷോക്ക്ഡ് ഓഫ് ദ ന്യൂസ്. ബിക്കോസ് IB ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റലിജൻസ് ബ്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 13 മാസം, ഒരു മാസം 1.5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഒരു കുട്ടി, 24 വയസ്സുള്ള മേഘ, പത്തനംതിട്ടക്കാരിയാണ്, തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ IB ഉദ്യോഗസ്ഥ. പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡല്ലേ ആ കുട്ടിയുടെ കാര്യത്തിൽ? എക്സാക്ട്ലി എന്ത് വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്, എത്രത്തോളം എഫോർട്ട് എടുക്കേണ്ടി വരും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വലിയ ലെവലാണ്. അത് ചെറിയ പടി തൊട്ടിട്ട് ഏത് പടിയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ കയ്യിൽ എടുക്കാൻ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്ര ലെവലിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന, അതും ഈ ചെറിയ പ്രായത്തിൽ 24 വയസ്സിൽ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പം ഐ വാസ് പ്രിറ്റി ഷോക്ക്. ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. മേ ബി ലൂപ്പ് ആവോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. കാരണം ഐ ഹാവ് ടു നോ ദ റീസൺ. ബിക്കോസ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് തരും, നമ്മളെ ഭയങ്കര ബോൾഡാക്കും എന്നൊക്കെയായിരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്നുമല്ല. ഫൈൻ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, മേഘ 24 വയസ്സുള്ള കുട്ടിയാണ്, പത്തനംതിട്ടക്കാരി, തിരുവനന്തപുരത്ത് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടി റെയിൽവേ ട്രാക്ക് കൂടെ ഫോൺ വിളിച്ച് വരികയായിരുന്നു, അപ്പോഴാണ് ട്രെയിൻ വരുന്നത് കണ്ടത്, നേരെ മരിച്ചു. അപ്പം എൻ്റെ ചോദ്യം, എന്തിനാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്? അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ്? കാരണം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, നല്ലൊരു പ്രൊഫഷനിൽ കയറി, അത്യാവശ്യം നല്ല സാലറി ഒക്കെ വാങ്ങുന്ന, ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്തിന്, എന്തുകൊണ്ട് എന്നായിരിക്കുമല്ലോ ചോദ്യം. കുറച്ച് നാളുകളായിട്ട് ചില മാനസിക വിഷമങ്ങൾ ഈ കുട്ടി കാണിച്ചിരുന്നതായി IB ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഒരു കേന്ദ്ര സർക്കാരിലെ. അപ്പൊ നമ്മൾ കേട്ട കാരണം മാനസിക സമ്മർദ്ദം. ഓഫ് കോഴ്സ് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു കൗൺസിലറാണ്. എന്നെ മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കുഞ്ഞു കാര്യം മതി, എന്നോട് ആരെങ്കിലും ഒരാൾ റോങ് ആവുമോ, ചീത്ത പറയുമോ, അല്ലെങ്കിൽ എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നോടൊന്ന് തെറ്റുമോ ചെയ്താൽ തന്നെ എനിക്ക് അന്നത്തെ ദിവസം ഉറക്ക മര്യാദയ്ക്ക് കിട്ടില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷേ നാളെയോ മറ്റന്നാളോ ഞാൻ എന്നെ മെൻ്റലി ഓക്കെ ആക്കി ആ സാഹചര്യവുമായി ഞാൻ എന്നെ പൊരുത്തപ്പെടുത്തലുണ്ട്. അപ്പം മെൻ്റലി ഒരാൾ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മളെല്ലാവരോടും പറയുന്നത് ഒരു തണലാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിൽ കൂടെ ആ കുട്ടി കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഓക്കെ ആക്കുക, അല്ലെ ആ കുട്ടീനോട് സംസാരിക്കുക, കുട്ടീൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്യുക, നല്ലൊരു കൗൺസിലിംഗ് സെൻറ്റേഴ്സിലോ സൈക്കോളജിസ്റ്റിനെയോ പോയി കുട്ടീനെ കാണിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മളെല്ലാവരും കരുതുക ഇന്നോ നാളെയോക്കുള്ളിൽ അത് റെഡിയാവും. അല്ലേ, ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമൊന്നും അല്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡി ആവും.
അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊന്നും പുറമെ കാണിക്കില്ല. പുറമെ ഭയങ്കര ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തായിരിക്കും നിൽക്കുക. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. പക്ഷേ അതിനപ്പുറം ഒരു വ്യക്തി എന്ന് വെച്ചാൽ ചുറ്റും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു വ്യക്തി അത് കാണിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം മെന്റലി ആ കുട്ടി ടയേർഡായിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ആർ ഫ്രീ. എൻ്റെ കോണ്ടാക്റ്റിലുള്ള എൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയും കാണുന്ന ആൾക്കാരോടും എനിക്കിതാ പറയാനുള്ളത്. മെൻ്റലി ടയേർഡായി തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കൗൺസിലറിനെ പോയി കാണുക. ഒരു മടിയോ ഇതോ വേണ്ട. ഓക്കെ. അപ്പം അടുത്ത ചോദ്യം, എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടീനെ മാനസികമായി ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുറേ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ കൊടുക്കുന്നത് കുട്ടിയുടെ അമ്മാവനാണ്. കാരണം അച്ഛൻ്റെയും അമ്മേൻ്റെയും മാനസികാവസ്ഥ നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പം അമ്മാവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് എക്സാക്ട് കാരണം എന്ന് നമുക്കറിയില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഈ കുട്ടിക്ക് ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിനെ വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടീൻ്റെ വീട്ടിലൊക്കെ അറിയുന്ന ഒരു ബന്ധമാണ് എന്നാണ് അമ്മാവൻ വരെ പറയണമെങ്കിൽ വീട്ടിലറിയുന്ന ബന്ധമായിരിക്കുമല്ലോ. അപ്പം ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞത് ട്രാക്കിൻ്റെ മുമ്പിൽ കൂടെ പെൺകുട്ടി ആരെയോ ഫോൺ വിളിച്ച് സംസാരിച്ച് വരികയായിരുന്നു. അപ്പോൾ ആ കോൺവെർസേഷൻ്റെ ഇടയിലാണ് കുട്ടി ട്രെയിനിൻ്റെ കട്ട് ചെയ്തിട്ട് ട്രെയിൻ വന്ന സമയത്ത് നേരെ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം ഈ കോളിംഗ് എന്ന് പറഞ്ഞ സമയത്താണ് ഓട്ടോമാറ്റിക്കലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിലെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ എന്നൊരു സംശയം വന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും നമ്മളുടെ പോലീസുകാർ കണ്ടുപിടിച്ച് തരും എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇനി പ്രണയമാണെങ്കിലും ഇനി ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ തേച്ചതാണെങ്കിലും ഒഴിവാക്കിയതാണെങ്കിലും ഇനി അതിന് പുറത്ത് ഇനി ഇവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പം എന്തൊക്കെ റീസൺസ് ഇതിൻ്റെ പുറത്തുണ്ടെങ്കിലും സ്വന്തം ജീവൻ കളഞ്ഞത് കൊണ്ട് എന്താണ് കിട്ടിയത്? എന്താണ് നേടിയത്? അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസിഷൻ എടുക്കണം എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരുമ്പം ഒന്ന് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആരുമില്ല. എല്ലാവരുടെ ജീവിതവും സന്തോഷത്തിലല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ പൈസ ഉള്ള അംബാനിയോട് എന്താ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ചോദിക്കുമ്പോൾ പുള്ളിക്കും പുള്ളീൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ലാത്ത ഒരാളുമില്ല. ഈ പ്രശ്നങ്ങളുടെ പുറത്ത് മരിക്കാൻ പോവുക അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ പുറത്ത് മരിക്കാൻ പോവുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ലൈഫ്. നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത്. അല്ലെ കല്യാണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതല്ല ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ലൈഫ്. നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മളുടെ ജീവിതത്തിൽ, ഏതൊക്കെ നിലയിൽ നമ്മൾ എത്താനുണ്ട്. ആ മരിക്കുന്നതിന് മുമ്പ് ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ യു വിൽ നെവർ ഡു ഇറ്റ്. മരണം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പറയുന്നതാണ്, സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ തോന്നുന്ന ഒരു ഇമോഷനോ ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് ഞാൻ നാളെ ആത്മഹത്യ ചെയ്യാന്ന് കരുതി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കുന്നൊരു പെർട്ടിക്കുലർ സാധനമല്ല. പക്ഷേ ഇങ്ങനത്തെയൊക്കെ റീസണിൻ്റെ പുറത്ത് ഇഫ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് ആത്മഹത്യയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നോ യുവർ വർത്ത്. നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. മേ ബി എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റിൽ ഇരിക്കുന്ന ആളായിരിക്കും മേഘ. എത്രയോ കാലം വർക്ക് ചെയ്ത് എഫോർട്ട് ചെയ്ത് എടുത്ത് അച്ചീവ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ് മേഘയുടെ പൊസിഷൻ. ഇതേ പൊസിഷനിൽ മേഘനെ കണ്ടപ്പോൾ അഭിമാനം കൊണ്ടിട്ടുള്ള എത്രയോ നല്ല മേഘനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി കാണുന്ന ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരുള്ള ഈ സറൗണ്ടിങ്ങിൽ മേ ബി ഒരു പേഴ്സണ് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് ഫുൾ കളയുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ തീരെ മെൻ്റലി സ്ട്രെങ്ത് ഇല്ലാത്ത കുട്ടികളാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് വളരെ പോസിറ്റീവോട് കൂടി മാത്രം പോകണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ പരാതിയോ പരിഭവോ കുറ്റപ്പെടുത്തലോ വഴക്കോ തല്ലോ ഒന്നും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരും, എനിക്ക് ചെറിയ പിള്ളേരൊക്കെ വരലുണ്ട്. അപ്പോൾ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വഴക്ക് പറയലുണ്ട്, ഞാൻ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയലുണ്ട്. അവർക്ക് ഇതൊന്നും കുഴപ്പമില്ല, അവർ ചിരിച്ചൊക്കെ വിടും. ചെറിയ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ റോങ് അല്ല, എങ്ങാനും റോങ് ആയാൽ ഈസിലി അവർ ഇറിറ്റേറ്റഡ് ആവും. റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള കേസസ് ഒക്കെ എടുത്ത് നോക്കുന്നു. കുക്കിയൻ്റെ പേരിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഒരു പരിപാടിക്ക് ആങ്കറിങ്ങിന് കയറിയത്, ഒരു ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഷംനയും കൂടെ. ലാസ്റ്റ് ഇങ്ങനെ ദിം തടാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കൂക്കി വിളിച്ച് അലമ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെയാണെങ്കിൽ ഞാൻ കുത്തിക്കൊലപാതകം എൻ്റെ WMO സ്കൂൾ ഫുള്ള് നടത്തേണ്ട അവസ്ഥയാണ്. മെൻ്റലി സ്ട്രോങ് അല്ല, മെൻ്റലി സ്റ്റേബിൾ അല്ല, മെൻ്റലി ചെറിയ പ്രശ്നങ്ങൾ പോലും തരണം ചെയ്യാൻ കഴിവില്ലാത്തൊരു ജനറേഷനാണ് എന്നാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് അറിയാം. ഇപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ സംസാരിക്കാനുള്ളത് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻഡ് ഐ ഹാർഡ്ലി റിക്വസ്റ്റ് ടു ഓൾ പീപ്പിൾ, എൻ്റെ ഈ വീഡിയോ കാണുന്നപ്പോൾ 10 ആളാണെങ്കിൽ 10, 5 ആണെങ്കിൽ 5, എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നെവർ സ്പോയിൽ യുവർ ലൈഫ്. നമുക്ക് കിട്ടിയൊരവസരമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ, അത് ആ രീതിയിൽ തന്നെ ജീവിച്ചു കളയും. ഓക്കെ.